പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ വായ്പ തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് വീട് ജപ്തി ചെയ്തു. 6 അംഗ കുടുംബം വഴിയാധാരമായി. കോഓപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റിയിൽ നിന്നാണ് 2012-ൽ ഹരികുമാർ 2 ലക്ഷം രൂപ വായ്പ എടുക്കുന്നത്. അതിൽ 1.25 ലക്ഷം രൂപ എങ്ങനെയൊക്കെയോ സ്വരുക്കൂട്ടി തിരിച്ചടച്ചു. പക്ഷേ കാലാവധി അവസാനിച്ചതോടെ അധികൃതർ വന്ന് വീട് ജപ്തി ചെയ്തു. വീട് വീണ്ടെടുക്കാൻ ഇനി അടയ്ക്കേണ്ടത് 4.5 ലക്ഷമാണ്. ഓർക്കണം, 2 ലക്ഷമാണ് ആകെ ഇങ്ങോട്ട് എടുത്തത്. 3 പെൺമക്കളുണ്ട്. മറ്റെങ്ങും പോകാൻ ഇടമില്ലാതെ കഴിയുകയാണ് ഹരികുമാർ. ഇപ്പോൾ ഹരികുമാർ ആ സങ്കടം ഞങ്ങളോട് പങ്കുവച്ചു. അത് കേൾക്കാം ആദ്യം. ഇപ്പോൾ നമുക്ക് എനിക്ക് ഒന്നാമത് വയ്യാത്തൊരവസ്ഥ. ആ ഒരു ഇതിന് ഇറങ്ങിപ്പോകാൻ പറ്റൊരു പ്രായമായ അമ്മയും 3 പിള്ളേരെയും കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകും എന്നുള്ളൊരു ഇതിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. ഇപ്പം എന്നാ ചെയ്യേണ്ടിയെന്നറിയത്തില്ല. വേറെ എങ്ങും പോകാൻ നിവൃത്തിയില്ല. വാടകയൊക്കെ കൊടുക്കാൻ ആര് കൊടുക്കും? ഞങ്ങൾക്കൊരു നിവൃത്തിയില്ല. അവൻ വയ്യാത്തവനല്ലേ. 3 പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് ഞങ്ങൾ എങ്ങോട്ട് ഇറങ്ങിപ്പോകും? അതാണ് ഞങ്ങൾക്കുള്ള കഷ്ടകാലം. അമ്മ ഉൾപ്പെടെ വീട്ടിലെ എല്ലാ അംഗങ്ങളും ഇവിടെ തന്നെയാണോ കിടക്കുന്നത്? അത് എല്ലാവരും ഇവിടെ കിടക്കുന്നു. മോനങ്ങ് ആ പറമ്പിൽ അവിടെ ഒരു കട്ടിലെടുത്തിട്ട് അങ്ങോട്ട് പോയി കിടക്കുക. പെൺപിള്ളേർ മുറ്റത്ത്, ഞാൻ തന്നെ ഈ സിറ്റ് ഔട്ടിൽ കിടക്കുന്നു. പോകാൻ ഞങ്ങൾക്ക് വേറെ ഒരിടമില്ല. ഞങ്ങൾക്ക് ഈ വീട്ടിൽ തന്നെ തിരിച്ച് കയറണമെന്നാണ്. നമുക്ക് ഒരു വാടകയ്ക്കൊരു വീടെടുത്ത് മാറാൻ പോലുള്ള സാഹചര്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പറ്റുന്നില്ല. നിയമ നടപടികളൊക്കെ പൂർത്തിയാക്കി അത് കഴിഞ്ഞിട്ടാണ് ജപ്തിയിലേക്ക് കടന്നതെന്നാണ് ഹൗസിംഗ് സൊസൈറ്റി അധികൃതർ വിശദീകരിച്ചത്. അവരെയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രതികരണങ്ങളുമായി. MLA-യെ നമ്മൾ ഈ വിവരം അറിയിച്ചിരുന്നു. പ്രവീൺ പുരുഷോത്തമൻ തത്സമയം നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് വിത്ത് സുജയിൽ. പ്രവീൺ പുരുഷോത്തമൻ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്റ്റുഡിയോയിൽ നിന്ന് അവരുടെ വീട്ടിലേക്ക് ഒരു 3 മണിക്കൂറിന്റെ യാത്രാ ദൂരമേ ഉള്ളൂ. 2.5-3 മണിക്കൂർ കൊണ്ട് മല്ലപ്പള്ളിയിൽ എത്തിച്ചേരാം. പക്ഷേ ആ കുടുംബം അനുഭവിക്കുന്ന ദുരിതത്തിന്റെ ദൂരം അത് മനസ്സിലാക്കുന്ന ആളുകൾ തന്നെ അവരെ വഴിയാധാരമാക്കുന്ന ഒരു നടപടിയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഈ വായ്പ നൽകിയത് തന്നെ നിയമപരമായാണോ? അതിനുള്ള ഒരു സാധുത അല്ലെങ്കിൽ അതിന് കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഉള്ള ഒരു സൊസൈറ്റി ആണോ അത്? അതേക്കുറിച്ചൊക്കെ നമ്മൾ അന്വേഷിച്ചോ? സുജിയ, 2012-ലാണ് പത്തനംതിട്ട മല്ലപ്പള്ളി ആനിക്കാട് സ്വദേശിയായിട്ടുള്ള ഹരികുമാർ മല്ലപ്പള്ളി കോഓപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റിയിൽ നിന്നും 2 ലക്ഷം രൂപ വായ്പ എടുത്തത്. 2012-ൽ വായ്പ എടുത്തു. 2022 വരെ 10 വർഷത്തിനുള്ളിൽ വായ്പ അടച്ചു തീർക്കണമെന്നുള്ളതാണ് അതിൻ്റെ കരാർ എന്നുള്ളത്. പ്രതിമാസം 4000 രൂപ വെച്ച് അടയ്ക്കണം. 14% പലിശയായിരുന്നു. പക്ഷേ ഈ തുക 2022 കഴിഞ്ഞിട്ടും ഈ ഹരികുമാറിന് അടയ്ക്കാൻ കഴിയുന്നില്ല. പിന്നീട് ഈ ബാങ്ക് ഇടപെടുന്നു. നിരവധി തവണ ഇത് തിരിച്ചടയ്ക്കണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുന്നു. പക്ഷേ ഒരു രീതിയിലും ഹരികുമാറിന് ആ തുക തിരിച്ചടയ്ക്കാൻ കഴിയുന്നില്ല. ഹരികുമാറും ഹരികുമാറിൻ്റെ ഭാര്യ, ഹരികുമാറിൻ്റെ 3 പെൺമക്കളാണുള്ളത്. പ്രായമുള്ളൊരു അമ്മയുണ്ട്, 80 വയസ്സുണ്ട്. ഇത്രയും അംഗങ്ങളാണ് ആ വീട്ടിൽ കഴിയുന്നത്. പിന്നീട് സ്വാഭാവികമായിട്ടും നിയമ നടപടികളിലേക്ക് പോവുകയാണ്. കോടതിയിൽ ഈ വിഷയം എത്തുന്നു. കോടതി നിർദ്ദേശപ്രകാരമാണ് ഈ ജപ്തി നടപടിയിലേക്ക് പോയത്. കഴിഞ്ഞ ദിവസം ജപ്തി നടപടികൾ പൂർത്തിയാക്കി. ഈ ഹരികുമാറിൻ്റെ വീട്ട് സാധനങ്ങളെല്ലാം, അത് കട്ടിൽ, അലമാര, മേശ ഉൾപ്പെടെ എല്ലാ വസ്തുക്കളും വീടിന് പുറത്തേക്ക് മാറ്റി. ഇപ്പോൾ അവർക്ക് എങ്ങോട്ടേക്കും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ ഹരികുമാറും കുടുംബവും ആ വീടിൻ്റെ പരിസരത്ത് തന്നെയുണ്ട്. ഹരികുമാറിൻ്റെ അമ്മ വീടിൻ്റെ ആ സിറ്റ് ഔട്ടിലാണ് ഒരു പാവിരിച്ച് അവിടെ കിടക്കുന്നത്. മറ്റ് 3 പെൺമക്കൾ ഉൾപ്പെടെ ഹരികുമാറും ഭാര്യയും അവിടെ തന്നെ അന്തിയുറങ്ങേണ്ട ഒരു അവസ്ഥയിലാണ്. നമ്മൾ ഈ കോഓപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റിയുമായി നമ്മൾ സംസാരിച്ചിരുന്നു. പൂർണ്ണമായും നിയമ നടപടികൾക്ക് വിധേയമായിക്കൊണ്ടാണ് ഇത്തരം ജപ്തി നടപടിയിലേക്ക് പോയതെന്നാണ്. അതാണ് അറിയേണ്ടത്. മല്ലപ്പള്ളി കോഓപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റിക്ക് എങ്ങനെയാണ് ഈ വായ്പ നൽകാൻ കഴിഞ്ഞത്? അതിനവർക്ക് നിയമപരമായി അധികാരമുള്ളതാണോ? ഞാൻ മനസ്സിലാക്കുന്നത് പ്രവീൺ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ ആ കുടുംബത്തിന്റെ ദുരിതം, ആ നേർക്കാഴ്ച നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതിനു ശേഷം പ്രവീൺ ഇപ്പോൾ ആ സൊസൈറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ കുടുംബത്തിന് ഇങ്ങനെ ഒരു ദുരവസ്ഥ ഉണ്ടായത് എങ്ങനെയാണ്? അതിനെക്കുറിച്ച് തന്നെ അവരോട് ചോദിക്കൂ. എങ്ങനെയാണ് ഈ ലോൺ അനുവദിക്കുന്നതിനായി അവർക്ക് നിയമപരമായി കഴിയുന്നതാണോ? അങ്ങനെ പലർക്ക് ലോൺ നൽകുന്ന ഒരു സ്ഥാപനമാണോ? ആ കാര്യങ്ങളിലൊക്കെ അവരാദ്യം ഒരു മറുപടി പറയേണ്ടതുണ്ട്. സുജിയ, ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ഈ ബാങ്കിൻ്റെ ചുമതലയുള്ള ആൾ തന്നെയാണ്. സുനിൽ ആണ് ഉള്ളത്. ഇതിൻ്റെ ഇൻചാർജാണ് അല്ലേ? സെക്രട്ടറി ഇൻചാർജാണ്. ഏത് സാഹചര്യത്തിലാണ് അവർ ഇത്തരം വായ്പയ്ക്ക് ഈ ബാങ്കിനെ സമീപിച്ചത്? എന്തായിരുന്നു അതിൻ്റെ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? പുനരുദ്ധാരണത്തിന് വേണ്ടിയാണ് ലോൺ വായ്പ എടുത്തത്. അത് വസ്തുവിൻ്റെ ജാമ്യം വെച്ചാണ് നമ്മൾ ലോൺ കൊടുക്കുന്നത്. ഹൗസിംഗ് ലോണേ ഉള്ളൂ നമുക്ക്. അപ്പോൾ നമ്മൾ ലോൺ കൊടുക്കുന്നത് വസ്തുജാമ്യത്തിലാണ്. അത് പുതിയ വീട് പണിയാനും മെയിൻ്റനൻസിനുമാണ് നമ്മൾ ലോൺ കൊടുക്കുന്നത്. അതായത് 8 സെൻറ്റ് ഭൂമിയും അവരുടെ ആ ഒരു വീടും ഈട് വെച്ചിട്ടാണ് നിങ്ങൾ 2 ലക്ഷം രൂപ വായ്പ നൽകിയത്. 14% പലിശ നിരക്കിൽ. 14% പലിശ നിരക്കിൽ. അന്നത്തെ കാലത്തെ 14% പലിശ നിരക്കാണ് അത് കൊടുക്കുന്നത്. അന്ന് FDക്ക് ഇങ്ങനെ പലിശ, നമ്മളൊരാളുടെ FD മേടിച്ചിട്ടാണ് ലോൺ കൊടുക്കുന്നത്. ബാങ്കിന് വേറെ പൈസ ഇല്ല. അപ്പം നമ്മളൊരാളെ FD തരുന്നു, ഒരാൾക്ക് ലോൺ കൊടുക്കുന്നു. അതാണ് ബാങ്കിൻ്റെ
നമ്മൾ ചെയ്യുന്ന നടപടിക്രമങ്ങൾ അങ്ങനെയാണ്. ഈ നിങ്ങളുടെ ഈ ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നിയമപരമായിട്ട് ഏതൊക്കെ തരത്തിലുള്ള വായ്പകൾ കൊടുക്കാനുള്ള അധികാരമുണ്ട്? കൊടുക്കാനുള്ള അധികാരം എന്ന് പറയുന്നത് പുതിയ ലോണും ഈ മെയിൻ്റെനൻസും, ഇതാണ് നമുക്ക് കൊടുക്കാനുള്ള ലോൺ കൊടുക്കാനുള്ള അധികാരമുള്ളത്. പുതിയ വീട് നിർമ്മിക്കുക, ഒപ്പം തന്നെ വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കായിട്ടും വായ്പ കൊടുക്കാറുണ്ട്. ഈ 2 കാറ്റഗറിയാണ്. അത് 2 കാറ്റഗറിയാണ് കൊടുക്കാറുള്ളത്. അതുകൊണ്ടാണ് ഇത് 10 വർഷം കാലാവധി കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഗഹാൻ രജിസ്റ്റർ ചെയ്ത്, അതായത് പണയം രജിസ്റ്റർ ചെയ്ത് രജിസ്റ്റർ ഓഫീസർ രജിസ്റ്റർ ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത്. ബാക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഹരികുമാർ ഈ ബാങ്കിൽ അംഗമാണോ? അംഗമാണ്. ഹരികുമാർ ബാങ്ക് അംഗത്തിന് മാത്രമേ ലോൺ കൊടുക്കാൻ പാടത്തുള്ളൂ. ഈ നമ്മുടെ പരിധിക്കുള്ളിലുള്ള മലപ്പള്ളി താലൂക്ക് പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ലോൺ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ പരിധിയിൽ നിന്നുള്ള ആളാണ് ഹരികുമാർ. ഹരികുമാറിന് മെമ്പർഷിപ്പ് ആക്കിയിട്ടാണ് നമ്മൾ ലോൺ കൊടുക്കുന്നത്. നിങ്ങൾ നിക്ഷേപം സ്വീകരിക്കുന്നു, അതിനുള്ള പലിശ അതൊക്കെ എങ്ങനെ, ഏതൊക്കെ കാറ്റഗറിയാണ് അതെല്ലാം? നമ്മൾ മേടിച്ചിട്ടാണ് ലോൺ കൊടുക്കുന്നത്. നമ്മൾ ഒരാളെ നിക്ഷേപം മേടിക്കുക, നിക്ഷേപം മേടിച്ചിട്ട് നമ്മൾ സേവിങ്സ് ഉണ്ട്, അല്ലാതെ FD ഉണ്ട്. FD മേടിച്ചിട്ടാണ് നമ്മൾ വേറൊരാൾക്ക് ലോൺ കൊടുക്കുന്നത്. ബാങ്കിനല്ലാതെ വേറെ വരുമാനമില്ലല്ലോ നമ്മൾ വേറെ. അപ്പോൾ കൃത്യമായി ഈ FD പ്രവീൺ, അവിടെയാണ് അത് അറിയേണ്ടത്. FD വാങ്ങിച്ചിട്ട് ലോൺ കൊടുക്കുന്ന ഒരു സംവിധാനം അത് എത്രത്തോളം നിയമപരമാണ്? അവരിവിടെ വന്ന് FDക്ക് പൈസ അയക്കുമെന്ന് പറഞ്ഞ് ബഹളം വെക്കും. മറ്റു ബാങ്കുകളൊക്കെ നടക്കുന്ന കാണാമല്ലോ. ഇപ്പോൾ ലോൺ അടയ്ക്കാതെ തിരിച്ചടയ്ക്കാതെ വരുമ്പോഴാണ്. അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് വാങ്ങിയിട്ട് ലോൺ കൊടുക്കുന്നത് നിയമപരമാണോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ എല്ലാ ബാങ്കിലും ചെയ്യുന്നതാണ്. വേറെ ആടെ നിന്ന് FD മേടിച്ചിട്ട് അത് പലിശ കൊടുത്താലേ, അല്ലെ FD ബാങ്കിൽ കിടന്ന് അവർക്ക് പലിശ കൊടുക്കാൻ പറ്റിയല്ലോ. അത് നമ്മൾ വേറൊരാൾക്ക് കൊടുത്താണല്ലോ, നമ്മളതിൻ്റെ വരുമാനം കണ്ടെത്തിയാണല്ലോ സ്ഥാപനങ്ങളെല്ലാം നടക്കുന്നത്. എല്ലാ ബാങ്കും അങ്ങനെയാണ്. നാഷണലൈസ്ഡ് ബാങ്കുകളും എല്ലാം അങ്ങനെയാണല്ലോ. FD മേടിച്ചിട്ട് വേറൊരാൾക്ക് ലോൺ നാഷണലൈസ്ഡ് ബാങ്കുകളും അതോടൊപ്പം തന്നെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളും 2 രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന് അറിയാമല്ലോ. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ പലിശ തന്നെയാണ്. ആ പലിശ കുറയുന്നില്ല. കൂടുമ്പോൾ കൂടത്തുമില്ല, കുറയുമ്പോൾ കുറയത്തില്ല. 14 14 കൂടിയാലും കൂടത്തില്ല. അതായത് ഈ നാഷണൽ ബാങ്കുകൾ, നാഷണൽ ദേശസാൽകൃത ബാങ്കുകളും ഇത്തരത്തിലുള്ള സഹകരണ ബാങ്കുകളും 2 രീതിയിലാണല്ലോ പ്രവർത്തിക്കുന്നത്. ചിലപ്പോൾ പലിശ കൂടുമ്പോൾ അവരെ കൂടാറുണ്ട്, കുറയുമ്പോൾ കുറയാറുണ്ട്. ഞങ്ങളുടെയെന്ന് പറഞ്ഞാൽ പലിശ കൂടുമ്പോൾ കൂടാറില്ല, കുറയുമ്പോൾ കുറയാറുമില്ല. എഗ്രിമെൻ്റ് പ്രകാരം എത്ര പലിശയാണോ ആ പലിശയാണ്. അത് എടുത്തപ്പോൾ ഒരു എഗ്രിമെൻ്റ് ഉണ്ട് അവരുമായിട്ട്. ആ എഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ആ എഗ്രിമെൻ്റ് പ്രകാരം 14% പലിശയ്ക്കാണ് കൊടുത്തിട്ടുള്ളത്. 2012 2 ലക്ഷം രൂപ വായ്പ എടുത്തപ്പോൾ ആ എഗ്രിമെന്റിൽ 14% എന്ന് എഴുതിയിട്ടുണ്ട്. അതാരാണ് നിശ്ചയിക്കുന്നത്? ആരാണത് നിശ്ചയിക്കുന്നത്? ബോർഡ് കൂടിയാണ് പെർസെൻറ്റേജ് തീരുമാനിക്കുന്നത്. പലിശയുടെ തീരുമാനിക്കുന്ന ബോർഡാണ്. ബോർഡും സർക്കാരിൻ്റെ ഒരു നിബന്ധന ഉണ്ട്, ഇത്ര പലിശ കൂടാൻ പാടില്ലെന്നുണ്ട്. ആ നിബന്ധനകൾ പാലിച്ചാണ് ലോൺ കൊടുക്കുന്നത്. ബോർഡും തീരുമാനിക്കും. അതുകൂടാതെ സർക്കാർ ഒരു റേറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. ആ റേറ്റ് പ്രകാരമാണ് നമ്മൾ എമൗണ്ട് തീരുമാനിക്കും. ഈ 2012 മുതൽ 2022 വരെ 14% തന്നെയായിരുന്നു. എങ്ങനെയാണ് അതിനകത്ത് ഇടയ്ക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? അത് കഴിഞ്ഞ് കേസായി കഴിയുമ്പോൾ അതിന് ഒരു ഇച്ചിരി പെർസെൻറ്റേജ് കുറച്ചാണ് അത് സെയിൽ ഓഫീസർ വന്ന് എമൗണ്ട് തീരുമാനിക്കും. അത് 12.25% പലിശ കൂട്ടിയാണ് കേസായി കഴിഞ്ഞ് കോടതിയിലായി കഴിഞ്ഞപ്പോൾ ആ പലിശ വെച്ചിട്ട് കൂട്ടിയിട്ടുള്ളത്. സാധാരണ നിങ്ങൾ ഇത്തരം നിയമ നടപടിയുമായിട്ട് പോകുമ്പോൾ കോടതി ഇപ്പോൾ സ്വാഭാവികമായിട്ടും ജപ്തി ചെയ്യാനുള്ള ഉത്തരവാണ് നൽകിയെന്നാണ് നിങ്ങൾ പറയുന്നത്. കോടതിയിൽ നിന്നുള്ള നിർദ്ദേശം എങ്ങനെയായിരുന്നു? കോടതി ഞങ്ങൾ EP ഫയൽ ചെയ്യുന്ന കോടതിയിലാണ്. കോടതി അവർക്ക് അടയ്ക്കാനുള്ള സാവകാശം കൊടുക്കാറുണ്ട്. അത് കോടതി പല തവണകളായിട്ട് കൊടുക്കും. ഇത്ര തവണ വെച്ച് അടയ്ക്കാനായിട്ട് സമയം കൊടുക്കും. ആ സമയം തെറ്റിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും സമയം കൊടുക്കും. അതെല്ലാം കഴിഞ്ഞ് കോടതി പരസ്യ ലേലം ചെയ്യും. പരസ്യ ലേലം ചെയ്യുമ്പോൾ ആർക്ക് വേണമെങ്കിലും പിടിക്കാം. അതായത് ഈ വ്യക്തിക്ക് പിടിക്കാം, പുറമെ ആർക്കെങ്കിലും പിടിക്കാം. ആരും ഇല്ലാതെ വരുമ്പോഴാണ് കോടതി ബാങ്കിനോട് ആവശ്യപ്പെടും ഈ ആധാരം അതിനുള്ള പൈസ അടയ്ക്കാൻ. അതായത് നമ്മൾ പത്രം മേടിക്കാനുള്ള പൈസ കോടതി കെട്ടിവെച്ചിട്ട് കോടതി നമ്മുടെ പേരിൽ ആധാരം എഴുതി തരും. ഇത്തരത്തിലുള്ള ഈ നിയമ നടപടികൾ, അത് താങ്കൾ പറയുന്നത് നിയമ നടപടിക്രമങ്ങളാണ്. പക്ഷേ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് പരിഗണിക്കാറില്ല ഇത്തരം കാര്യങ്ങളിൽ. എല്ലാം പരിഗണിച്ച് സമയം കൊടുക്കാതെ മാക്സിമം, അതായത് പറയാൻ 2022 ലോൺ തീർന്നതാണ്, കാലാവധി കഴിഞ്ഞു. ഇപ്പോൾ 2024 അതായത് ഒരു ലോൺ എടുക്കുമ്പോൾ അതിനൊരു കാലാവധിയുണ്ട്. 10 വർഷം അല്ലെങ്കിൽ 15 വർഷം കാലാവധിയുണ്ട്. ഹരികുമാറിന് 10 വർഷമായിരുന്നു ലോണിൻ്റെ കാലാവധി. അത് 2022 ആ കാലാവധി കഴിഞ്ഞു. ഇപ്പോൾ 24 ജപ്തി നടപടി നടന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് 2 വർഷം കൂടെ കഴിഞ്ഞു. അപ്പോൾ പരിഗണന കൊടുത്തില്ലെന്ന് പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഇപ്പം കോടതി ഞാൻ മനസ്സിലാക്കുന്നത് ആ കുടുംബം ഇപ്പോൾ പെരുവഴിയിലാണ്. 2 ലക്ഷം രൂപയാണ് വായ്പ എടുത്തത്. 1.5 ലക്ഷം ആ കുടുംബം തിരിച്ചടച്ചു. അതും അവരുടെ വസ്തു ആകെയുള്ളത് ഈട് വെച്ചാണ് ഈ വായ്പ എടുത്തിരിക്കുന്നത്. ഇതിന്റെ നിയമപരമായിട്ടുള്ള സാധ്യതകളെ കുറിച്ചൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നത് അത് കൃത്യമായി അറിയേണ്ടതാണ്. നീതി മെഡിക്കൽ സ്റ്റോർ തുടങ്ങുന്ന വിഷയത്തിൽ വരെ കോടതി കയറിയിട്ടുള്ളതാണ് ഈ ഹൗസിംഗ് സൊസൈറ്റി എന്നത് നമുക്കറിയാമെന്നത് കൂടി അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കൂ. അതോടൊപ്പം ഈ കുടുംബം ഇപ്പോൾ 2 ലക്ഷം, ഇനിയിപ്പോൾ 1.5 അടച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ എടുത്ത തുകയും അതിന്റെ പലിശയും അത് കൃത്യമായി തിരിച്ചടച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ ജപ്തി നടപടി ഒഴിവാക്കാൻ കഴിയുന്നതല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും എന്തുകൊണ്ട് പോകുന്നില്ല? അവർക്ക് കഴിയാവുന്ന തുക അവർ അടച്ചിട്ടുണ്ട്. ബാക്കി തുക അടയ്ക്കുന്നതിനുള്ളൊരു സാവകാശം അത് നൽകിക്കൂടെ? ഇപ്പോൾ 2 ലക്ഷം രൂപയാണല്ലോ ഇദ്ദേഹം ലോൺ എടുത്തിരിക്കുന്നത്. ഏകദേശം 1.5 ലക്ഷത്തോളം രൂപ അവർ തിരിച്ചടക്കുകയും ചെയ്തിട്ടുണ്ട്.
പക്ഷെ അങ്ങനെ വരുമ്പോഴും ഭീമമായിട്ടുള്ളൊരു തുകയല്ലേ നിങ്ങൾ ആവശ്യപ്പെടുന്നത്? 2 ലക്ഷം വായ്പ എടുക്കുന്നു, 1.5 ലക്ഷം തിരിച്ചടച്ചു, 8 സെന്റ് ഭൂമിയുണ്ട്, ഒരു നല്ല വീടുണ്ട്, അവരത്രയും തുക തിരിച്ചടച്ചില്ലേ? ഇനിയിപ്പോൾ അവർ ബാങ്ക് പറയുന്ന പലിശയും ആ തുകയും അടയ്ക്കുകയാണെങ്കിൽ ആ വീട് അവർക്ക് തിരിച്ചു കിട്ടുമോ? അല്ല, അത് എനിക്ക് കോടതിയിലല്ലേ, കോടതി നിയമവശം പറയാൻ എനിക്ക് പറയില്ല. അത് അടുത്ത നടപടിക്രമങ്ങൾ എന്താണെന്ന് ആലോചിച്ച് കോടതിയുമായിട്ടോ അല്ലെങ്കിൽ വക്കീലുമായിട്ടോ ആലോചിച്ച് ശേഷം അതിന് മറുപടി എനിക്ക് പറയാൻ കഴിയുള്ളൂ. ഒരു കാര്യം കൂടി പ്രവീൺ, നമുക്ക് അറിയേണ്ടത് ഇപ്പോൾ 1.25 ലക്ഷം രൂപ തിരിച്ചടച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഈ 14% ഇവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കുടുംബം ഇനി തിരിച്ചടക്കേണ്ട തുക എത്രയാണ്? ഈ പലിശ ഒഴിവാക്കി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയൊരു ഉപാധി, അങ്ങനെ ഒരു ആലോചനയെങ്കിലും ഇവർക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോൾ 2 ലക്ഷം രൂപ വായ്പ എടുത്തു, 1.25 ലക്ഷം രൂപയോളം തിരിച്ചടച്ചു എന്ന് പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ ബാങ്കിന്റെ കണക്കിൽ ഇവർ എത്ര രൂപ അടയ്ക്കേണ്ടി വരും? ആ തുക അടയ്ക്കുകയാണെങ്കിൽ പലിശ ഒഴിവാക്കി കൊടുക്കാൻ കഴിയുമോ അവർക്ക്? ഒഴിവാക്കാൻ കഴിയില്ലല്ലോ. കാരണം പലിശ എന്ന് പറയുന്നത് നമ്മളൊരാട് FD എടുത്തിട്ട് നമ്മൾ അവർക്ക് പലിശ കൊടുക്കുന്ന, ഞങ്ങൾ പിഴപ്പലിശ 1 രൂപ പോലും എടുത്തിട്ടില്ല. ഹരികുമാറിന്റെ നിന്ന് പീനൽ ഇൻട്രസ്റ്റ് മേടിച്ചിട്ടേ ഇല്ല, 1 രൂപ പോലും മേടിച്ചിട്ടില്ല. ഇപ്പോൾ ക്ലോസ് ചെയ്യണമെങ്കിൽ എത്ര തുക നൽകണമെന്ന് ചോദിക്കും. ഞങ്ങൾ 1 രൂപ പോലും പിഴപ്പലിശ മേടിച്ചിട്ടില്ല. പലിശ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, വേറൊരാടെ നിന്ന് FD മേടിച്ചിട്ടാണ് നമ്മൾ അവർക്ക് പലിശ കൊടുക്കണം. ആ പലിശയിൽ നിന്നാണ് പലിശ ഒഴിവാക്കി അവർക്ക് പാർട്ടിക്ക് പലിശ കൊടുക്കാതിരിക്കാൻ കഴിയില്ല. അപ്പം ഇളവ് ചെയ്യാൻ പലിശ നമുക്ക് ഇളവ് ചെയ്യാൻ നിയമം പറയുന്നില്ല. പിഴപ്പലിശ മേടിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ പിഴപ്പലിശ പൂർണ്ണമായി ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. ജപ്തി ചെയ്തതിന്റെ ദുരിതം ഒരു 3 പെൺമക്കളുള്ള കുടുംബം അത് അനുഭവിക്കുന്നതിന്റെ ദുരിതമാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഒപ്പം അധികൃതരെയും ഞങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിച്ചു. ഈ വീട്ടുടമ ഹരികുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമ്മൾ ബാങ്കിലും നമ്മുടെ പ്രതിനിധിയെ നിർത്തിയിരിക്കുകയാണ്. ബാങ്കിൽ നിന്നുള്ള ഒരു ഇളവ് അതുണ്ടാവുകയാണെങ്കിൽ ആ കുടുംബം പെരുവഴിയിലാകില്ല. 3 പെൺമക്കളുമായി നിൽക്കുന്ന ഒരു അച്ഛൻ പെരുവഴിയിൽ നിൽക്കുകയാണ്. വഴിയാധാരമായി നിൽക്കുന്ന ആ കാഴ്ചയിലേക്കാണ് റിപ്പോർട്ടർ വാർത്താ സംഘം കടന്നു ചെന്നത്. ശ്രീ ഹരികുമാർ, ഏതെങ്കിലും രീതിയിലുള്ള സഹായം താങ്കൾക്ക് ലഭ്യമാകുന്ന ഒരു സാധ്യത ഇപ്പോൾ തെളിയുന്നുണ്ടോ? ഞങ്ങൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഈ വാർത്ത പുറത്തേക്ക് കൊണ്ടുവരികയാണ് കഴിഞ്ഞ മണിക്കൂറിൽ ചെയ്തത്. ഇപ്പോൾ ബാങ്ക് ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ പ്രതിനിധി പ്രവീൺ. താങ്കൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇത് ക്ലോസ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു സഹായം കിട്ടുന്ന സാധ്യതയുണ്ടോ ഇപ്പോൾ? CPMന്റെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ എത്തിയിട്ടുണ്ട്. അവരതേപ്പറ്റി നോക്കിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഹലോ മാഡം. പറഞ്ഞോളൂ. അതായത് ഈ തുക നൽകാമെന്ന് ആരെങ്കിലും വാഗ്ദാനം തന്നിട്ടുണ്ടോ? ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മാഡം. CPMന്റെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇപ്പൊ എത്തിയിട്ടുണ്ട് ഇവിടെ. അപ്പം ബാങ്കുകാരോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ കൊടുക്കാം. ഹലോ, റിപ്പോർട്ടർ ചാനലിൽ നിന്നാണ്. ഞങ്ങൾ ഈ കുടുംബത്തിന്റെ ഒരു ദുരിതം കണ്ടതുകൊണ്ടാണ് അതിലേക്ക് തന്നെ ഇത്രയും നേരം തുടർച്ചയായി അതിൽ തന്നെ നിൽക്കുന്നതും. ഇപ്പോൾ ബാങ്ക് ഉദ്യോഗസ്ഥരെ ഞങ്ങൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ കുടുംബത്തിന് പിഴപ്പലിശ ഒഴിവാക്കി തരാം എന്നുള്ളതാണ് അവസാനം ഞങ്ങൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത്. എങ്ങനെയാണ് നമുക്കിതൊന്ന് പരിഹരിക്കാൻ കഴിയുക? 3 പെൺമക്കളുമായി അച്ഛൻ എവിടേക്ക് പോകാനാണ്? ഒരു മിനിറ്റ്. ഹലോ, പറഞ്ഞോളൂ. കേൾക്കാമോ? കേൾക്കാം. ഈ കുടുംബത്തിന് ഏത് തരത്തിലുള്ള ഒരു സഹായം ലഭ്യമാക്കാൻ കഴിയും നമുക്ക്? അതിനെ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിക്കുകയാണ്. ഞങ്ങളിപ്പോ ഇത് വിവരം TV-യിൽ അറിഞ്ഞപ്പോഴാണ്, വാർത്തയിലൂടെ അറിഞ്ഞപ്പോഴാണ് ഇവിടെ എത്തിയത്. ഞങ്ങൾ ഈ വാർത്തയിലൂടെ, അതായത് ഈ കുടുംബത്തിന്റെ, ഹരികുമാറിന്റെയും കുടുംബത്തിന്റെയും ദുരിതം അറിഞ്ഞപ്പോഴേ ഞങ്ങളുടെ വാർത്താ സംഘം അവിടേക്ക് എത്തുകയായിരുന്നു. ഇപ്പോൾ ബാങ്കിലും ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലും ഞങ്ങളുടെ പ്രതിനിധി നിൽക്കുകയാണ്. അവിടെയുള്ള ബാങ്ക് ഉദ്യോഗസ്ഥനെ കൂടി നമുക്ക് തത്സമയം എടുക്കാം. ദയവായി തുടരണം താങ്കൾ. മല്ലപ്പള്ളി ഹൗസിംഗ് സൊസൈറ്റിയുടെ പ്രതിനിധി നമുക്കൊപ്പമുണ്ട് തത്സമയം. ഇപ്പോൾ ഈ കുടുംബം തുക അടയ്ക്കുന്നതിനായുള്ള പണം സ്വരുക്കൂട്ടുന്നതിന്റെ ഭാഗമായുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഏത് രീതിയിൽ, എത്ര തുകയാണ് ഇപ്പോൾ നിങ്ങളെ കൊണ്ട് ഇതിൽ കിഴിവ് വരുത്താൻ കഴിയുന്ന ഒരു തുക എത്രയാണ് ഇനി അടിയന്തരമായി ഇവർ അടയ്ക്കേണ്ടത്? ഇനിയിപ്പോൾ പലിശയൊന്നും ഒഴിവാക്കില്ല എന്ന ഒരു കടുംപിടുത്തം നിങ്ങൾ തുടരുകയാണ്. അതുകൊണ്ട് അവസാനമായി ചോദിക്കുന്നു, എത്ര രൂപയാണ് ഇവർ അവസാനമായി ഇത് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ജപ്തി ഒഴിവാക്കുക? അല്ലാതെ ജപ്തി കോടതിയാണ് ചെയ്തത്, ബാങ്കല്ല. കോടതി ചെയ്ത ജപ്തിയാണ്. അപ്പം എനിക്ക് നിയമപരമായി മാത്രമേ എനിക്ക് മറുപടി പറയാൻ കഴിയുള്ളൂ. കാരണം ബാങ്കിൻ്റെ നടപടി, ആ പ്രൊസീജിയറെല്ലാം കഴിഞ്ഞ് കോടതിയാണ് ഇപ്പോൾ ആമീനെ വിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ലീഗലായിട്ട് പറയുന്ന കാര്യങ്ങളെ എനിക്ക് സെക്രട്ടറി എന്നുള്ള രീതിയിൽ എനിക്ക് തന്നെ ഒരു തീരുമാനം പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അത് കോടതി വരെ വക്കീലുമായിട്ടും ആലോചിച്ച്, ബാങ്കിൻ്റെ ബോർഡുമായിട്ട്, ഡയറക്ടർ ബോർഡ് മെമ്പറുമായിട്ടൊക്കെ ആലോചിച്ച് മാത്രമേ ഒരു എമൗണ്ട്, തീരുമാനങ്ങൾ, കാര്യങ്ങളും പറയാൻ കഴിയുള്ളൂ. എനിക്ക് തന്നെയായിട്ടൊരു തീരുമാനം പറയാൻ കഴിയുന്നതല്ല.
ഈ ഒരു കുടുംബമാണ്, ആ കുടുംബം ഇത്രയും പെരുവഴിയിലാകും, അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ജപ്തിക്കായി കോടതിയെ സമീപിക്കുന്നതും ഒക്കെ. കുറച്ചുകൂടി മനുഷ്യപ്പറ്റ് കാണിച്ചുകൂടെ ഒരു ബാങ്ക് ആകുമ്പോൾ? അല്ല അല്ല എല്ലാം അതല്ലേ പറഞ്ഞേ, 10 വർഷം ലോണിന് കാലാവധി ഉണ്ടായിരുന്നു. നമ്മൾ ലോൺ കൊടുക്കുമ്പോൾ ഓരോ ലോണിനും കാലാവധി പറഞ്ഞാണ് കൊടുക്കാറുള്ളത്. അത് 10 വർഷം കാലാവധി 2012 കൊടുത്തു. പക്ഷേ പലിശ അടിസ്ഥാനത്തിൽ എത്രയാണ് സാർ നിങ്ങൾ വാങ്ങിക്കുന്നത്? പലിശ അടിസ്ഥാനത്തിൽ എത്രയാണ് സാർ നിങ്ങൾ വാങ്ങിക്കുന്നത്? ഇത്രയും ഭീമമായ പലിശ നൽകി 2 ലക്ഷം വാങ്ങിച്ച കുടുംബം ഇനിയും 4 ലക്ഷം, ഇപ്പോൾ തന്നത് 1.25 ലക്ഷം, ആകെ 5.25, അതായത് എടുത്തതിന്റെ 3 ഇരട്ടി. അല്ല, 10 വർഷം കഴിഞ്ഞില്ലയോ? 10 വർഷം കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് പലിശ മുതൽ അടയ്ക്കാതെ വരും. നിങ്ങൾ മുതൽ 10 വർഷം കൊണ്ട് ഹരികുമാർ അടച്ച മുതൽ എന്ന് പറയുന്നത് 472 രൂപയാണ്. 10 വർഷം കൊണ്ട് ഹരികുമാർ അടച്ചേക്കുന്ന മുതൽ എന്ന് പറയുന്നത് 472 രൂപ ഉള്ളൂ. അപ്പോൾ അത് അടയ്ക്കാൻ കിടക്കുമല്ലേ? അപ്പോൾ അത് കിടക്കാതെ വരുമ്പോൾ സ്വാഭാവികമായും പലിശ കയറി വരും. ഞങ്ങൾ ഒരു പിഴപ്പലിശ പോലും മേടിച്ചിട്ടില്ല, 1 രൂപ പോലും പിഴപ്പലിശ ഹരികുമാറിന് മേടിച്ചിട്ടില്ല. അതാണ് നിയമവിരുദ്ധം, അത് ചെയ്തിട്ടില്ല. പലിശ മേടിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ നിന്ന് FD മേടിച്ചാണ് നമ്മൾ ഈ ലോൺ കൊടുക്കുന്നത്. ആ FD മേടിക്കുന്നവർക്ക് പലിശ കറക്റ്റ് കൊടുത്തില്ലെങ്കിൽ അവർ FD വാങ്ങിക്കുക, അതെടുത്ത് വായ്പയായി കൊടുക്കുക, ഇതൊക്കെ നിയമവിധേയമാണോ എന്നത് കൂടി മറുപടി പറയേണ്ടി വരും. കാരണം ഓരോ ഹൗസിംഗ് സൊസൈറ്റിയും പ്രവർത്തിക്കേണ്ടതിന്റെ കൃത്യമായിട്ടുള്ള നിയമവശങ്ങളുണ്ട്. അതിലേക്ക് കൂടി വിശദമായി തന്നെ നമുക്ക് പോകേണ്ടി വരും. ഉണ്ട്, തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ബൈലോയിൽ FD മേടിക്കാനുള്ള അവകാശം ഉള്ളതുകൊണ്ട് മാത്രമാണ് മേടിക്കുന്നത്. ആ FD എടുത്ത് വായ്പ കൊടുക്കാൻ അവകാശമുണ്ടോ ബൈലോയിൽ? തീർച്ചയായിട്ടും. ഓക്കെ, നമുക്ക് എന്താണ്, അതായത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ഈ ഹൗസിംഗ് സൊസൈറ്റി ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മല്ലപ്പള്ളിയിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻപുട്ടും അതാണ്. നമുക്കൊപ്പം ഇപ്പോൾ CPIM ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഹൗസിംഗ് സൊസൈറ്റി സെക്രട്ടറിയുടെ വാക്കുകളാണ് കേട്ടത്. അതായത് അവർ എല്ലാം കോടതിയുടെ പരിഗണനയിലാണ്, കോടതി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് കൈയൊഴുകുകയാണ്. ഇനി എന്താണ് ചെയ്യാൻ കഴിയുക? ശ്രീ ഹരികുമാറിന്റെ വീട്ടിൽ ഇപ്പോൾ ബിനു വർഗീസ് ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീ ബിനു വർഗീസ് കേൾക്കാമോ? കേൾക്കാം. ശ്രീ ബിനു വർഗീസ്, ഇപ്പോൾ ബാങ്കിന്റെ, അതായത് ഈ ഹൗസിംഗ് സൊസൈറ്റിയുടെ സെക്രട്ടറി പറയുന്നത് ഇനി കോടതി തീരുമാനിക്കട്ടെ, എനിക്കിതിൽ ഒന്നും പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കൈമലർത്തുകയാണ്. ഇതിനകത്ത് ഈ ബാങ്കിലേക്ക് ലോൺ അടയ്ക്കാമെന്നുള്ളത് വസ്തുതയാണ്, അതിവർ നിഷേധിക്കുന്നില്ല. നടപടി കോടതി നടപടിയുമാണ്. അതിൻ്റെതായ രീതിയിൽ കൂടി അവരെ സഹായിക്കാൻ ഏത് രീതി വരെ പോകാൻ കഴിയുമെന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നിപ്പോൾ ഒരു 80 വയസ്സുള്ള പ്രായമായ അമ്മയും സ്ത്രീകളും രോഗിയായ ഒരു മകനും ആണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അവരെല്ലാം വീടിന്റെ മുറ്റത്ത് കഞ്ഞി വെച്ച് ഇവിടെ താമസിക്കുകയാണ്. ഇന്നിപ്പോൾ ന്യൂസ് ചാനലിലൂടെ വിവരം അറിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതും ഞങ്ങളിവിടെ എത്തുന്നത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇവർക്ക് ഇവിടെ 8 സെന്റ് സ്ഥലം ഉണ്ട്, വീടുമുണ്ട്. സൊസൈറ്റിയിലേക്ക് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തുക വസൂലാക്കാൻ അവരുടെ ബാക്കിയുള്ള സ്ഥലത്തിൽ അറ്റാച്ച്മെന്റ് നടത്തിയാൽ തന്നെ നടക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഇതൊരു ക്രൂരമായ നടപടിയാണ്. ഹൗസിംഗ് സൊസൈറ്റി അത് കുറെ കൂടി ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതായിരുന്നുള്ള അഭിപ്രായമാണുള്ളത്. അത് അവരെ ഏതു തരത്തിൽ സഹായിക്കാൻ കഴിയുമെന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങളിപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതേ ഉള്ളൂ. ഞങ്ങൾ അതിനെ സംബന്ധിച്ചിട്ട് ആലോചിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ശ്രീ ഹരികുമാറിനും കുടുംബത്തിനും സുരക്ഷിതമായ ഒരു താമസ സ്ഥലം ഉറപ്പാക്കുന്നതിന്, കാരണം ഈ ജപ്തി നടപടികൾ കോടതിയിലേക്ക് പോയ ഒരു സാഹചര്യത്തിൽ കോടതിയാണ് അതിൽ ഉത്തരവിട്ടിരിക്കുന്നതിൽ, അതിൽ നിയമപരമായ കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്, പ്രൊസീഡിംഗ്സ് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ കുടുംബത്തിന് ഒരു അഭയമൊരുക്കാൻ മുൻകൈ എടുത്തുകൂടെ ശ്രീ ബിനു വർഗീസ്? അതെ, ഞങ്ങളിപ്പോ അതിനുള്ള ഒരു അവരെ ഒന്ന് സഹായിക്കുന്നതിന് എന്ത് കഴിയുമെന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളതേ ഉള്ളൂ. അവരെ തീർച്ചയായും CPM അക്കാര്യത്തിനകത്ത് വേണ്ട എല്ലാ സഹായവും അവർക്ക് ചെയ്തു കൊടുക്കും. ഈ രാത്രിയിൽ അവർ പെരുവഴിയിലാകില്ല, അവർക്കൊരു അടച്ചുറപ്പുള്ള മേൽക്കൂരയ്ക്ക് താഴെ ഉറങ്ങാൻ കഴിയുമെന്നൊരു വാക്ക് തരാൻ കഴിയില്ലേ ഒരു ഏരിയ സെക്രട്ടറിക്ക്? അവർ അതിനകത്ത് ഞാനിപ്പോ വന്ന് അമ്മയോട് സംസാരിക്കുമ്പോൾ അമ്മ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവിടെ നിന്ന് മാറുന്നതിന് വേണ്ടി തയ്യാറല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് വേണ്ടി തയ്യാറല്ല. അവരതിന് തയ്യാറാവുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ അതിനുള്ള സൗകര്യം ഞങ്ങൾ ഒരുക്കി കൊടുക്കും. വളരെ നന്ദി ശ്രീ ബിനു വർഗീസ് പ്രതികരിച്ചതിന്. ഈ വിഷയത്തിൽ നിയമപരമായുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നതാണ് ഹൗസിംഗ് സൊസൈറ്റി അധികൃതർ പറയുന്നത്. എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കിയ ശേഷമാണ് ജപ്തിയിലേക്ക് എത്തിയതെന്നും പറയുന്നുണ്ട്. നമുക്കൊപ്പം പ്രവീൺ പുരുഷോത്തമൻ തുടരുന്നുണ്ട്. പ്രവീണിലേക്ക് പോകാം. അതോടൊപ്പം ഇതുവരെ സംഭവിച്ച കാര്യങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന
നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത് ആ കുടുംബം ആ വീട്ടിൽ നിന്ന് മാറാൻ തയ്യാറാകണം. മറ്റൊരു സുരക്ഷിതമായ താമസ സൗകര്യം അവർക്ക് ഉറപ്പാക്കാനായി ഉള്ള സംവിധാനം ഒരുക്കാൻ ഇടതുപക്ഷ പ്രവർത്തകർ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ബിനു വർഗീസ് ഇപ്പോൾ പറഞ്ഞതും അതാണ്. പ്രവീൺ, ഇപ്പോൾ CPIഎമ്മിന്റെ ഏരിയ സെക്രട്ടറി ബിനു വർഗീസ് ഒക്കെ അവിടെയുണ്ട്. ഇപ്പോൾ ഈ ഹൗസിംഗ് സൊസൈറ്റിയുടെ സെക്രട്ടറി പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇനി അവർക്കായി, ഹൗസിംഗ് സൊസൈറ്റിക്കായി ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്ന മട്ടിലുള്ള ഒരു മറുപടിയല്ലേ നമുക്ക് കിട്ടുന്നത്? തീർച്ചയായും സുജയ, ഈ ഹൗസിംഗ് സൊസൈറ്റി അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അതാണ് നമ്മൾ ആവർത്തിച്ച് ചോദിച്ചത്. ഈ 2 ലക്ഷം രൂപ വായ്പ എടുത്ത ഒരു കുടുംബം 1.25 ലക്ഷത്തോളം രൂപ തിരിച്ചടയ്ക്കുന്നു. പിന്നീട് പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ളവ കാരണം ഈ കുടുംബത്തിന് ആ തുക തിരിച്ചടയ്ക്കാൻ കഴിയുന്നില്ല. ഈ ഹൗസിംഗ് സൊസൈറ്റി സ്വാഭാവികമായും അവർ നിയമ നടപടി മാത്രം നോക്കി മുന്നോട്ട് പോവുകയാണ്. അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറാകുന്നില്ല. 1.25 ലക്ഷത്തോളം രൂപ ഇതിനോടകം ഹരികുമാർ അടച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഇനിയിപ്പോൾ എത്ര തുക മറ്റുള്ളവരുടെ സഹായം കൊണ്ടല്ലാതെ ഈ തുക അടച്ചു തീർക്കാൻ കഴിയുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അമ്മയ്ക്കും അസുഖമുള്ളതാണ്. ഹരികുമാറിനാണെങ്കിൽ ഇന്നൊരു ശസ്ത്രക്രിയ നടത്തേണ്ടതായിരുന്നു. ഈ ഒരു പ്രശ്നങ്ങൾ കാരണം പോകാൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖമുണ്ടെന്നാണ് ഹരികുമാർ പറഞ്ഞത്. 3 പ്രായമായ പെൺമക്കളുണ്ട്, ഭാര്യയുണ്ട്. ഇവരെല്ലാം ഓരോ ദിവസവും അന്തി ഉറങ്ങുന്നത് സംബന്ധിച്ചുള്ള ആശങ്ക എല്ലാം ആ കുടുംബത്തിനുണ്ട്. പക്ഷേ ഈ ബാങ്ക് അധികൃതർ ഒരു രീതിയിലും അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ബാങ്കിനകത്ത് നിന്ന് തന്നെയാണ്. തിരുവല്ല കോടതിയിൽ നിന്നുള്ള ഉത്തരവ് പ്രകാരമാണ് ജപ്തി നടപടിയിലേക്ക് നീങ്ങിയത്. 2022 വരെ കാലാവധി ഉണ്ടായിരുന്നു. 10 വർഷം അവർ സമയം കൊടുത്തിട്ടും എന്തുകൊണ്ട് അടയ്ക്കുന്നില്ല? അങ്ങനെ തീർത്തും സാങ്കേതികമായിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ബാങ്ക് അധികൃതർ പറയുന്നത്. ഈ സെക്രട്ടറി ഇൻ ചാർജ് സുനിൽ അദ്ദേഹവും പറഞ്ഞത് കോടതിയിൽ നിന്നുള്ള ഉത്തരവ് പ്രകാരം ഈ ജപ്തി നടപടികളിലേക്ക് പോയി. ഇനി പലിശ ഇളവ് നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. അതിന് ചില കൂടിയാലോചനകൾ നടത്തേണ്ടി വരുമെന്നുള്ളതാണ്. പിഴപ്പലിശ ഈടാക്കിയിട്ടില്ലെന്നും പറയുന്നുണ്ടെങ്കിലും ബാങ്ക് ഈയൊരു വിഷയത്തിൽ ഒരു മാനസിക പരിഗണന ഉൾപ്പെടുത്തി അവർ യോഗം കൂടി ഒരു അനുകൂല തീരുമാനത്തിലേക്ക് പോകുമെന്ന് നാം പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും ആ കുടുംബത്തെ സംബന്ധിച്ച് വലിയ ദുരിതം തന്നെയാണ്. അവർക്കൊരിക്കലും ഇനി പണം അടച്ച് അവരുടെ ഈ ജപ്തി നടപടിയിൽ നിന്നും ഒഴിവാക്കുക എന്നുള്ളത് സാധ്യമായിട്ടുള്ള കാര്യമല്ല. അതിനിയും ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി കൂടി വിചാരിച്ചെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. കോടതിയിലാണ് ഈ വിഷയമുള്ളത്. 3 മാസത്തിനകം ജപ്തി ലേലം നടപടിയിലേക്ക് പോകുമെന്നാണ് ബാങ്ക് അധികൃതർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പരസ്യമായിട്ടുള്ളൊരു ലേലത്തിന് വെക്കുകയും അത് ഈ 8 സെന്റ് സ്ഥലവും വീടും കൂടി ലേലത്തിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഈ ബാങ്ക് അധികൃതർ പറഞ്ഞത് നിങ്ങൾ വേണമെങ്കിൽ ലേലം വെക്കുമ്പോൾ ലേലത്തിൽ ആ വീടും പുരയിടവും പിടിച്ചോളൂ എന്നുള്ളതാണ്. പക്ഷേ ചികിത്സയ്ക്ക് പോലും പൈസ ഇല്ലാത്ത ആ കുടുംബം എങ്ങനെ ഈ 8 സെന്റ് സ്ഥലവും വീടും ഇനി ലേലത്തിൽ വെക്കുമ്പോൾ പിടിക്കുമെന്നുള്ളത് അതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അവർക്കൊരിക്കലും അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. അവരുടെ അമ്മ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ വീട്ടു സാധനങ്ങളെല്ലാം പുറത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്നു. ആ കട്ടിലൊക്കെ ഇനി വീടിനകത്തേക്ക് കയറ്റി അവിടെ തന്നെ കിടക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ. ആ ഒരു പ്രതീക്ഷയാണ് 80 വയസ്സുള്ള ആ വീടിൻ്റെ വരാന്തയിൽ കിടക്കുന്ന അമ്മ നമ്മോട് പറഞ്ഞത്. പക്ഷേ നമുക്ക് ആ സമയത്ത് അവരുടെ ദുരിതം കണ്ടപ്പോൾ അത് ബാങ്ക് അധികൃതർ നിയമ നടപടികൾ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊരു കാര്യം പറയുമ്പോൾ അമ്മയുടെ വേദന ഉൾപ്പെടെ ഈ ബാങ്ക് അധികൃതർ ശ്രദ്ധിക്കണം എന്നുള്ളൊരു അഭിപ്രായം കൂടി നമുക്കുണ്ട്. ഏതായാലും ആ വീട്ടുകാർ 80 വയസ്സുള്ള അമ്മ ഇപ്പോഴും ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് നേരത്തെ CPMന്റെ ഏരിയ സെക്രട്ടറിയോട് പറഞ്ഞത് ഈ വീട്ടിൽ നിന്നും മാറി താമസിക്കാൻ, അല്ലെങ്കിൽ അവിടെ നിന്ന് പരിസരത്താണെങ്കിൽ പോലും വീടിൻ്റെ തിണ്ണയിലെങ്കിലും കിടക്കാമല്ലോ എന്നായിരിക്കാം ആ ഒരു അമ്മ ഒരുപക്ഷെ ചിന്തിക്കുന്നത്. നേരിയൊരു പ്രതീക്ഷ 80-കാരിക്ക് ഉണ്ടായിരിക്കാം. ബാധ്യതകളൊക്കെ മാറി ആ കട്ടിൽ വീണ്ടും മുറിക്കകത്തേക്ക് ഇട്ട് അവിടെ കിടന്നുറങ്ങാമെന്നുള്ളത്. പക്ഷേ അത് നിയമ നടപടികളിൽ അതിൻ്റെ നൂലാമാലകളിൽ കുടുങ്ങിക്കിടക്കുന്നു. പലിശ ഉൾപ്പെടെ പ്രവീൺ, ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം കൂടി ചോദിച്ചോളൂ. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 ആ ബൈലോ അനുസരിച്ചാണോ ഇവർ പ്രവർത്തിക്കുന്നത്? ആ ബൈലോ അനുസരിച്ചാണോ ഇവർ FD എടുക്കുകയും ആ FDയിൽ നിന്ന് വായ്പ തരപ്പെടുത്തുന്ന സംവിധാനങ്ങളിലേക്ക് പോയതും എന്നുള്ളത് അറിയേണ്ടതുണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട്സ് അനുസരിച്ചാണോ? ഏത് രീതിയിലാണ്? അവർ ബൈലോ എന്ന് മാത്രമാണ് പറയുന്നത്. അതിനാസ്പദമായ അവർ മുന്നോട്ട് വയ്ക്കുന്ന രേഖകൾ, ഏത് രീതിയിലാണ് അവർ ഈ വായ്പ നൽകിയത്? അതിൽ ഈ 14% എന്ന പലിശ നിശ്ചയിച്ചത് സ്വന്തം തീരുമാനമെടുക്കാൻ കഴിയുന്ന സംഘങ്ങളായി രൂപപ്പെട്ടുകൊണ്ട് പിന്നീട് ഒരു നിയമപരമായ വ്യവസ്ഥയുടെ കീഴിൽ വരുമ്പോൾ പാലിക്കേണ്ട ചട്ടങ്ങളുണ്ട്. അതെല്ലാം പാലിച്ചുകൊണ്ടാണോ ഈ തുക നൽകിയതും 14% പലിശ, പിഴപ്പലിശ ഒക്കെ ഈടാക്കിയതും എന്നതിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതുകൂടി അവരോട് ചോദിക്കൂ. ഇതിന്റെ തുടർ വാർത്തകൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഒപ്പം ആ കുടുംബത്തിന് സഹായമാകുന്നതുവരെ അവർക്കൊപ്പം നിൽക്കുകയും ചെയ്യാം. താങ്ക് യു. പ്രവീൺ പുരുഷോത്തമനാണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഈ വാർത്തയ്ക്കൊപ്പം അദ്ദേഹം ഹരികുമാറിനും കുടുംബത്തിനും നീതി ഉറപ്പാകുന്നതുവരെ ആ കുടുംബത്തിനൊപ്പം റിപ്പോർട്ടർ ആസ് ആൻ ആക്ടിവിസ്റ്റ് ഞങ്ങൾ ഒപ്പമുണ്ടാകും. ഇത് ഞങ്ങൾ നൽകുന്ന ഉറപ്പാണ്.